ഏം, കുറേ ദിവസമായല്ലേ കണ്ടിട്ട്. ചത്തിട്ടൊന്നുമില്ല, ജീവനോടെ ഉണ്ട്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി, തിരക്കായി, അങ്ങനെയൊക്കെ കുറേ ഡിലേ ആയി. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാർം കെട്ടിയിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് എണിച്ചിട്ടില്ല. ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പം ഏകദേശം നമുക്ക് 3 സ്റ്റാക്കിന് മുകളിൽ അയൺ നമുക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ മോബ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. കടലല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെ വരത്തില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ അങ്ങനെ നിന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു വേൾഡിൽ കുറച്ചധികം മെയിൻ്റെനൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഈ അയൺ ഫാമിൽ ഏകദേശം അത്യാവശ്യം അയണും ആവും, നമുക്ക് അത്യാവശ്യം വില്ലേജസിനെയും കിട്ടും. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു കിടിലം വില്ലേജർ ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ അമർത്താനും പിന്നെ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടാന്നുണ്ട്, പിന്നെ ഉറുമ്പ് അടിച്ചിട്ട് എന്നോട് വന്നിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം. റോട്ട് ഫൈക്കാണ്, അത് ഓർമ്മയിൽ നിൽക്കണം കേട്ടോ, പെട്ടെന്ന് ഫൈക്ക് അടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വേൾഡിലത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ ഇവിടത്തേക്കും വഴിയില്ല. ഒന്നാമത്തത് നമ്മൾ ഓരോ ഫാർം ഉള്ളത് ഓരോ ഐലൻഡിലാണ്. ഇപ്പോൾ അയൺ ഫാർം ഉള്ളത് ആ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മളെ വില്ലേജർ ബ്രീഡർ ഉള്ളത് വേറൊരു ഐലൻഡിലാണ്. നമ്മളെ വീടുള്ളതാണെങ്കിലോ വേറൊരു ഐലൻഡിൽ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവണമെങ്കിൽ ഈ വെള്ളം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ചെറിയ പാലം ഉണ്ടാക്കി വെക്കാം എല്ലാ സൈഡിലേക്കും ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് നല്ലൊരു ഡിസൈൻ നോക്കണം. നിങ്ങൾക്കറിയാലോ, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ബിൽഡ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരു നല്ല റെഫറൻസ് എടുക്കട്ടെ. എന്നിട്ട് നമുക്കത് ഇവിടെ അങ്ങ് ബിൽഡാക്കി വെക്കാം. പിന്നെ കുറച്ച് പാത്തൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് നമുക്കൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് മറ്റേ വുഡ് ഉപയോഗിച്ചിട്ടാണ്, നമ്മളെ പ്രൂസിൻ്റെ ലോഗൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ഓക്കും ബ്രിച്ചൊക്കെയാണ്. അപ്പം നമുക്ക് ഓക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ പാലം കുറച്ച് ദൂരത്തായെങ്കിൽ അത്രയും രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന പോലത്തെ ഒരു പാലം നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ വെറൈറ്റി പാലങ്ങൾ ഉണ്ടാക്കി വെക്കാം. എല്ലാം ഒരേ ഡിസൈൻ ആക്കുന്നില്ല, ഓരോ സ്ഥലത്തും വെറൈറ്റി ആയിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും കുറച്ച് വോക്കിൻ്റെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ട്, ലോഗൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് പോയിട്ട് കുറച്ച് ഓക്ക് ലോഗും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ ടാസ്ക്, എല്ലാത്തിനും നമ്മൾ മൈൻ ചെയ്യണം. അപ്പം നമുക്കൊരു അയൺ ഫാർം ഉള്ളത് ഞാനേ മറന്നുപോയി. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് കുറച്ച് അയൺ ടൂൾസ് എല്ലാം ഉണ്ടാക്കിയിട്ട് കുറേയധികം ഓക്ക് ലോഗും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഒരു 2 സ്റ്റാക്കിൻ്റെ അടുത്ത് വുഡും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കുറേയധികം ഓക്കും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇഷ്ടം പോലെ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ഈ ഓക്ക്. അപ്പം എന്തായാലും നമുക്കിത് ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മളെ പാലവും കാര്യങ്ങളൊക്കെ പണിയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം സൈഡിലേക്ക് ആക്കുമ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടുന്ന് നമുക്ക് കുറച്ചധികം ഡേർട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് നമുക്കിവിടെ കുറച്ചൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ, അതായത് ഇത്രയും ബ്ലോക്ക് നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് കുറച്ച് നല്ല പാലന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പണിയാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതെന്തായാലും നടക്കത്തില്ല. അത് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമുക്ക് ഈ ഒരു പാലം മാത്രമല്ലല്ലോ പണിയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പാലം ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഒരു സ്ട്രെച്ചർ ഇട്ട് വെക്കട്ടെ. അപ്പം നമ്മളാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിൽ ഇതിൻ്റെ സ്ട്രെച്ചർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിതാ ഇവിടെ താഴേക്ക് ഇതിൻ്റെ തൂണൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഏകദേശം ഇതൊരു പാലമായിട്ട് വരും. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്റ്റോൺ ബ്രിക്സിൻ്റെ വാളില്ലേ, ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. ഈ ഒരു ഓക്ക് ലോഗിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ഇത് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതൊന്നും അല്ല കേട്ടോ, അവർ നമ്മളെ പ്രൂസിൽ ചെയ്തു, ഞാൻ ഇത് നേരെ ഓക്കിൽ ചെയ്തു. അത്രയേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫെൻസിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ച് കൊടുക്കണം 2 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ. അപ്പോൾ എന്തായാലും നമ്മളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫെൻസും വാളെല്ലാം വെച്ചിട്ട് ഈ ഒരു സ്റ്റൈലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ട്രാപ്പ് ഡോർ വെക്കണം. അതുപോലെ തന്നെ കുറച്ച് വോക്കിൻ്റെ ഇലയൊക്കെ പറിക്കാനുണ്ട്. അതൊക്കെ പറിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മളെ പാലത്തിൻ്റെ വർക്ക് ഏകദേശം 90% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന 10% നമ്മളെ ഡിസൈനിങ് വർക്കാണ്. അപ്പോൾ അത് ഇതുപോലത്തെ ഫെൻസ് കിറ്റ് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ ടോപ്പിലായിട്ടും വെച്ച് കൊടുക്കണം. പിന്നെ ടോപ്പിൽ കുറച്ച് ഇലയും വെക്കാനുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ കുറച്ചധികം ഫെൻസ് ഗേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം ഇലയൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വെക്കണം. അങ്ങനെ നമ്മൾ
പാലത്തിൻ്റെ ഫൈനൽ പരിപാടിയും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രാസ് വെക്കുന്ന പരിപാടി. എന്തായാലും ഇത് ഇവിടെ ഒന്ന് വെക്കാൻ വിട്ടുപോയി. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വെക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലാന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എല്ലായിടത്തും നമ്മൾ വെക്കേണ്ട അടുത്തുള്ള ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ പാലത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു 2-3 പാലം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്രത്തോളം റിസോഴ്സ് നമ്മളെ കയ്യിലില്ല. അപ്പോൾ ഇനിയും കുറേ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറച്ചധികം പാലം ഉണ്ടാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു കിടിലം പാലം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പാലൊക്കെ ഓഫ്ലൈനിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കൊക്കെ. അതുപോലെ തന്നെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴത്തെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വരാം.